നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ ആയിരിക്കണം നമ്മുടെ ഫിറ്റ്നസും. ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ ഇത് വെൽനസ് പാർട്ണറും പ്രശസ്ത സുംബ ട്രെയിനറായ നിതിൻ GS ആദ്യമായി ഒരുമിക്കുന്ന സൂം ഇന്റർവ്യൂ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം ആദ്യമായി നമുക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വെൽനസ് പാർട്ണറെ സ്വാഗതം ചെയ്യാം. ദീപക് വിവി, ദ വെൽനസ് പാർട്ണർ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ നിതിൻ, നമ്മുടെ വെൽനസ് പാർട്ണർ ഷോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യുന്ന മേഖല ചിലപ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ പുറമേ ഉള്ള ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുള്ള കൺഫ്യൂഷൻസ് ഉള്ള സംഭവം. അപ്പൊ അതാണ് നമ്മൾ ഈ ഒരു വെൽനസ് പാർട്ണർ ഷോയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും, നമ്മളിത് പറയും. സോ വെൽനസ് പാർട്ണർ ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും, എന്താണ്, എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയും. ഓക്കെ, ഹായ്, എന്റെ പേര് നിതിൻ എന്നാണ്. പയ്യോളി, കോഴിക്കോട് പയ്യോളിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അവിടെയാണ് എന്റെ വീട്. അപ്പൊ നമുക്ക് ഇനി കറക്റ്റ് നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ കിടക്കാം. നമുക്ക് സൂംബ, നമ്മളിപ്പോ ഞാനൊരു വെൽനസ് മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്കറിയാം സൂംബയുടെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഈ സൂംബ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള പാട്ടിട്ടുകൊണ്ട് ഡാൻസ് കളിച്ചുകൊണ്ടൊക്കെയാണ് നമ്മൾ ഫിറ്റ്നസ് നമ്മൾ നേടിയെടുക്കുന്നത്. ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് ഓർമ്മ വരുന്നത് എന്താണ്? നമ്മൾ ജിമ്മിന് പോകുന്നു, നമ്മൾ രാവിലെ ജോഗിങ്ങിന് പോകുന്നതൊക്കെയാണ്. അതിൽ നിന്നും സൂംബ തീർച്ചയായിട്ടും ഒരുപാട് വ്യത്യസ്തമായി നിൽക്കുന്നുണ്ട്. അപ്പൊ എന്താണ് സൂംബയെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റും? എന്താണ് സൂംബയുടെ പ്രത്യേകതകളും, അല്ലെങ്കിൽ എന്താണ് സൂംബയിലെ ഫിറ്റ്നസിലൂടെ ഉദ്ദേശിക്കുന്നത് കൂടെ പറയാൻ പറ്റുമോ? ഓക്കെ, നമുക്ക് പല മേഖലകളുണ്ട് ഈ ഫിറ്റ്നസ്സിൽ. അപ്പൊ ഇതില് സൂംബ വേറിട്ട് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മള് തന്നെ സ്ട്രെസ് ഇല്ലാതെ നമ്മുടെ ഫിറ്റ്നസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പൊ വേറെ പല ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്താലും ചിലപ്പോൾ നമ്മൾ എക്സോസ്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്, ചിലവർക്ക് ബോർ അടിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ സൂംബ എന്ന് പറയുന്നത് ഒരു ഡാൻസ് ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. ഡാൻസ് ഫിറ്റ്നസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഡാൻസ് പ്രോഗ്രാം അല്ല, ഡാൻസ് ഫിറ്റ്നസ് പ്രോഗ്രാം. അപ്പൊ അതിലൂടെ നമ്മള് പാട്ടും ഡാൻസും പിന്നെ ഫിറ്റ്നസും ഈ മൂന്ന് ഘടകങ്ങളും കൂടെ ഒന്നായി ചേരുമ്പോൾ നമുക്ക് അവിടെ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് നമ്മുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതാണ് മെയിൻ ആയിട്ട് സൂംബ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു സെഷൻ കഴിഞ്ഞു, സൂംബയുടെ ഒരു സെഷൻ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ സാധാരണ ഞാൻ പണ്ടൊക്കെ അങ്ങനെ പറയുന്നതല്ല, നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എക്സോസ്റ്റഡ് ആയിട്ട് കുറെ നേരം ഇരിക്കും. പക്ഷെ നമ്മളെ സൂംബ എന്ന് പറഞ്ഞാൽ വേറിട്ട് നിൽക്കുന്നത് വെച്ചാല് നമ്മൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ ഒരു എനർജി ലെവൽ, നമ്മളിപ്പോ നോർമൽ ഒരു എനർജിയിൽ നിന്നാണ് നമ്മളൊരു നിൽക്കുന്നതെങ്കിൽ നമ്മൾ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഹൈ എനർജിയിലോട്ട് മാറും. അതാണ് സൂംബയുടെ ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു ബെനിഫിറ്റ്. അപ്പോ തീർച്ചയായിട്ടും ഞാൻ അതൊന്ന് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ചോദിക്കട്ടെ. ജിമ്മ് നല്ലതാണ്, എയറോബിക്സ് നല്ലതാണ്, രാവിലെ ജോഗിങ് നല്ലതാണ്, മാർഷൽ ആർട്സ്, കളരി, എല്ലാ മേഖലകളും ഫിറ്റ്നസിന് നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. കാരണം ഹെൽത്ത് ആണല്ലോ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നതുകൊണ്ടാണല്ലോ അവരവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് അവർ കൊടുത്തു. ഇപ്പൊ ജിമ്മിന് താല്പര്യം സൂംബ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഈ പാട്ട്, ഡാൻസ്, ഇതൊക്കെ ആളുകൾക്ക് ഒരു എനർജി കൊടുക്കുന്നതും ബോറിംഗ് ഇല്ലാത്തൊരു സംഭവം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, പച്ച മലയാളം പറയുകയാണെങ്കിൽ ആരംഭശൂരത്വം. നന്നായിട്ട് തുടങ്ങും, പിന്നെ എന്ത് ചെയ്യും, മെല്ലെ 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 സാഹചര്യങ്ങൾ കൂടെ നമ്മൾ നിർത്തും. അപ്പൊ ഈ സൂം ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ആളുകൾ, വന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൊഴിഞ്ഞു പോക്ക് കമ്പാരിറ്റീവ്ലി ജിമ്മൊക്കെ വെച്ച് കൂടുതലാണോ കുറവാണോ? ആസ് എ ട്രെയിനർ എന്ന ലെവലിൽ നോക്കി കാണുമ്പോൾ എങ്ങനെ പറയുന്നത്? കമ്പാരിറ്റീവ്ലി ഞാനിപ്പോ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും നേരത്തെ പറഞ്ഞ പോലെ ഈ റെസൊല്യൂഷൻ എന്നുള്ളത് പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ആക്റ്റീവ്നെസ്, നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഫിറ്റ്നസിന് വേണ്ടി നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് ആരും അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാറില്ല. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ ആയിരിക്കണം നമ്മുടെ ഫിറ്റ്നസും. നമ്മൾ എത്ര നാള് വർക്കൗട്ട് ചെയ്യുന്നു അത്രയും നാള് നമുക്ക് ഫിറ്റ് ആയിട്ടും നമ്മുടെ ഫ്ലെക്സിബിൾ ആയിട്ടും നമുക്ക് എല്ലാത്തിനും കഴിയും. അപ്പോൾ നമ്മുടെ ഹ്യൂമൻസിന് ഇല്ലാത്തൊരു അവയർനെസ് ആണ് ഈ ഫിറ്റ്നസും ഡെയിലി റൂട്ടീൻ ആക്കണം എന്നുള്ളത്. നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ, നമ്മൾ TV കാണുന്ന, അല്ലെങ്കിൽ TV പോക്കട്ടെ, ഫുഡ് കഴിക്കുന്ന പോലെ നമ്മുടെ എന്താണോ ദിനചര്യയിൽ നമ്മുടെ ഒരു ഫിറ്റ്നസും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സൂംബ എന്നുള്ളതല്ല, എല്ലാ ഫിറ്റ്നസ് മേഖലകളിലും കൺസിസ്റ്റന്റ് ആയിട്ട് ആൾക്കാർ നിൽക്കും, അതിന്റെ പ്രാധാന്യം അറിയുകയാണെങ്കിൽ. ഇപ്പൊ ഇന്നലെ ഒരു ലേറ്റസ്റ്റ് ന്യൂസ് വന്നു, ഇതിന് എന്തെങ്കിലും അപ്ഡേഷൻസ് കിട്ടിയിട്ടുണ്ടാവും. നമ്മളെ മാതൃഭൂമി ഒരു അപ്ഡേഷൻ ആണ്. അതിൽ പറയുന്നത് വണ്ണം കുറയ്ക്കാൻ പല വഴികൾ തേടുന്നവരുണ്ട്. വ്യായാമവും ഡയറ്റിങ്ങും ഒന്നും ചെയ്തിട്ടും വണ്ണം കുറയുന്നില്ലല്ലോ എന്ന് പരാതിപ്പെടുന്നവരുമുണ്ട്. ചിട്ടയില്ലാത്ത ജീവിത ശൈലിയാവാം അതിന് പിന്നിൽ. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വീകരിക്കാവുന്ന ഒരു മാർഗത്തെ കുറിച്ചുള്ള പഠനത്തിൽ വന്നത് മറ്റൊന്നുമല്ല, നൃത്തത്തിലൂടെ ഫലപ്രദമായിട്ട് വണ്ണം കുറയ്ക്കാമെന്നാണ് പറയുന്നത്.
അപ്പൊ അത് വെച്ചുകൊണ്ട് ഒന്ന് പറയൂ, എങ്ങനെയാണ് നമുക്ക് ഈ നൃത്തത്തിലൂടെ ചെയ്യുമ്പോൾ ശരിക്കും ഒരു വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണോ നിങ്ങൾ ഇതിൽ മെയിൻ ആയിട്ട് ആദ്യം ഫോക്കസ് ചെയ്യണത്? അതൊന്ന് പറയൂ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ആദ്യം ഫോക്കസ് ചെയ്യുന്നത് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതല്ല, കൂടുതൽ ആൾക്കാർ വരുന്നത് വെയിറ്റ് കുറയ്ക്കാനാണ്. അപ്പൊ ഈ സൂംബ എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് എന്നുള്ളത് ഗ്യാരണ്ടീഡ് ആണ്. നമ്മൾ എങ്ങനെ പോയാലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള വർക്കൗട്ടും കൂടെയുള്ള ഡയറ്റ്, പ്രോപ്പർ സ്ലീപ്പ് എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വെയിറ്റ് നല്ല രീതിയിൽ വെയിറ്റ് ലോസ് വരും. വെയിറ്റ് ലോസ് മീൻസ് നല്ല രീതിയിൽ ഈ ഒരു വെയിറ്റ് ലോസ് വരും. ഒരു മിനിമം ഓഫ് 3 kg ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. പിന്നെ മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മളെ സൂംബ ചെയ്യുമ്പോൾ ഉള്ള കാര്യം വെച്ച് കഴിഞ്ഞാല് ഹാപ്പി ഹോർമോൺസ് കൂടുതലും ആക്ടിവേറ്റ് ആവും. ഈ ഹാപ്പി ഹോർമോൺസ് ആക്ടിവേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ടോക്സിക് കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് പുറത്തോട്ട് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എക്സോസ്റ്റഡ് ആവുന്നതിന് പകരം ഫുൾ എനർജി ആയിരിക്കും നമുക്കന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൺസിസ്റ്റന്റ് ആയിട്ട് വരികയും ചെയ്യും, അതിനുള്ള റിസൾട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഈ സൂംബ എന്ന് പറയുന്നത് ഫുൾ ബോഡി വർക്കൗട്ടാണ്. ഇപ്പോ നമ്മൾ ഒരു സ്പോർട്സ് ആക്ടിവിറ്റി ആയാലും എന്തായാലും ചിലപ്പോൾ ലെഗിന് വേണ്ടിയുള്ള ഒരു ആക്ടിവിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ കൈക്ക് വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബാസ്കറ്റ് ബോൾ എന്ന് പറയുന്നത് ജമ്പിങ് എല്ലാം ഉണ്ടെങ്കിലും ഓരോരോ പാർട്ടിനാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഡാൻസ് എന്ന് പറഞ്ഞൊരു ഫോം, ആ ഫോം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ബോഡിയും, എല്ലാ ജോയിന്റ്സും, എല്ലാ കൂടെ നമ്മുടെ ബ്രെയിനും എല്ലാം ആക്ടിവേറ്റ് സെയിം ടൈം ആക്ടിവേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഡാൻസ് ഫോമിലുള്ള വർക്കൗട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടും ബെസ്റ്റ് ആണ്. അത് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നതും ഇപ്പോഴത്തെ പഠനങ്ങളിൽ തെളിയിക്കുന്നത് അതുകൊണ്ടാണ്. അതായത് ശരിക്കും കോർഡിനേറ്റഡ് മൂവ്മെന്റ് എന്നാണല്ലോ ശരിക്കും നമ്മൾ ഈ ഡാൻസിന് പറയുന്നത്. അതായത് ഒരു കുട്ടി ആയിക്കോട്ടെ, ഒരു പ്രായമുള്ള ആൾക്കാരായിക്കോട്ടെ, ഒരു ഡാൻസിന് ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ അത് ബ്രെയിൻ ആക്ടിവേറ്റ് ആവണം, അവന്റെ ഓരോ ജോയിന്റുകൾ ആക്ടിവേറ്റ് ആവണം, ഓവറോൾ അവന്റെ ബോഡിയും മനസ്സും ഒരുപോലെ എന്ത് ചെയ്യണം, എത്തുന്നുണ്ട്. ആ ഒരു കോർഡിനേറ്റഡ് മൂവ്മെന്റ് തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യും. വെരി ഗുഡ്, വെരി ഗുഡ്, നല്ല പോയിന്റ് ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഇപ്പോ നിതിന്റെ പേരിന്റെ കൂടെ സിൻ നിതിൻ അല്ലെ നമ്മൾ വെക്കാറുണ്ട്. എന്താണ് ശരിക്കും ഈ സിൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് സൂംബയുടെ ഓക്കെ, താങ്ക് യു. സിൻ നിതിൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മൾ ഈ ഡോക്ടർ എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു സാധനമല്ല, അതല്ല. യഥാർത്ഥത്തിൽ സിന്നിന്റെ ഒരു ഫുൾ ഫോം അക്രോണിമാണ് ഒരു സൂംബ ഇൻസ്ട്രക്ടേഴ്സ് നെറ്റ്വർക്ക്. അതിന്റെ അക്രോണിമാണ് സിൻ എന്നുള്ളത്. അത് നമുക്ക് സിൻ എന്ന് യൂസ് ചെയ്യാം, കാരണം നമ്മൾ ബിക്കോസ് വി ആർ എ പ്രൗഡ് സൂംബ ഇൻസ്ട്രക്ടേഴ്സ്. സോ നമ്മൾ ഈ ഒരു നെറ്റ്വർക്കിൽ ഉള്ളത് കൊണ്ട് നമ്മൾ അത് സിൻ എന്ന് നമ്മൾ സൈഡിൽ വെക്കുന്നു. അത് വെക്കാതിരിക്കാം. പക്ഷെ സിൻ, നമ്മളൊരു പ്രൗഡ് സൂംബ ഇൻസ്ട്രക്ടർ ആണെങ്കിൽ വൈ നോട്ട് സിൻ? അപ്പൊ സിന്ന് അതുകൊണ്ടാണ് നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സ് കൂടുതലും സിൻ എന്ന് വെക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കൊരു ട്രെയിനിങ്ങോ കാര്യങ്ങളോ എടുക്കുന്ന സമയത്ത് നമുക്ക് ഏതൊരാളും എവിടെ ആയിക്കോട്ടെ നമുക്കൊരു ട്രെയിനിങ്ങിന് പോകുമ്പോൾ ആദ്യമായിട്ട് സൂംബ ട്രെയിനിങ്ങിലേക്ക് പോകുന്ന ഒരു വ്യക്തി ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് അവിടെ നമ്മുടെ ട്രെയിനിങ് എടുക്കുന്ന വ്യക്തി ഒരു സിൻ ആണോ അല്ലെങ്കിൽ സൂംബ സർട്ടിഫൈഡ് ആണോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും നോക്കണം, അല്ലെ? അതെ, അത് തീർച്ചയായിട്ടും നോക്കണം. ഇനി നമ്മൾ നോക്കുന്നത് ഈ സൂംബ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ്, അല്ലെ? ആ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയാം. എന്താണ്, എവിടെയാണ് ശരിക്കും ഇതിന്റെ ഒറിജിൻ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയാം. സർട്ടിഫിക്കേഷൻ നമ്മൾ മെയിൻ ആയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഉത്ഭവപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റിൻ കൺട്രി, കൊളംബിയയിലാണ് ഇത് ഉത്ഭവപ്പെട്ടിരിക്കുന്നത്. അവിടെ ബെറ്റോ എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിന്റെ ഡയറക്ടർ. ഇപ്പൊ നമ്മൾ സർട്ടിഫിക്കേഷൻ മെയിൻ ആയിട്ട് നമുക്ക് തരുന്നത് വെച്ചാൽ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് തന്നെയാണ്. ഓൺലൈൻ വഴിയാണ് ഇതിന്റെ സർട്ടിഫിക്കേഷൻ, സൂംബ ഇൻസ്ട്രക്ടറിന്റെ സർട്ടിഫിക്കേഷൻ എടുക്കേണ്ടത്. ഓൺലൈൻ വഴി നമ്മൾ രജിസ്റ്റർ ചെയ്യുക. പിന്നെ ഓരോ സ്റ്റേറ്റിലും ഏതെങ്കിലും ഒരു സിറ്റിയിൽ അവര് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ട്രെയിനിങ് തന്ന് അവിടെ നിന്നാണ് നമ്മൾ സർട്ടിഫിക്കേഷൻ എടുക്കുന്നത്. അത് ഡയറക്റ്റ് എങ്ങനെ സൂംബ തന്നെ നടത്തുന്നതാണോ അതോ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ? അതെ, സൂംബ നടത്തുന്ന വെച്ചാൽ ഡയറക്റ്റ് സൂംബ അല്ല നടത്തുക. സൂംബ സെസ് എന്ന് പറഞ്ഞാൽ സിന്നിന്റെ മേളിലൊരു ടീമുണ്ട്. സിൻസിനെ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരുടെ പേരാണ് സെസ്. അപ്പൊ ഈ സെസിനെ ഈ സൂംബ ടീംസ് തന്നെയാണ് സെലക്ട് ചെയ്യുക. അത് എക്സ്പീരിയൻസ് വെച്ചാണ് സെലക്ട് ചെയ്യുക. എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് അവരാണ് നമ്മൾ ട്രെയിൻ ചെയ്യുക. ഓക്കെ, ഇപ്പോ നമുക്കിപ്പോ സൂംബ നമുക്ക് ഒരാൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരിക്കും അത് എത്ര സമയം എത്ര ദിവസം എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് അറിയണം, അല്ലെ? ഇപ്പൊ ജിമ്മിന് പോകുന്നവർക്ക് ചിലപ്പം അദ്ദേഹത്തിന്റെ കപ്പാസിറ്റി വെച്ച് നല്ലൊരു ട്രെയിനർ എത്ര ദിവസം വർക്ക്ഔട്ട് ചെയ്യണം എന്ന് പറയും. സ്വിമ്മിങ് ആണെങ്കിൽ നമുക്ക് ഇത്ര ചെയ്യാം. അപ്പൊ ഓരോന്നിനും ഓരോ ടൈം ഉണ്ട്.
അപ്പൊ സൂംബ ഒരാൾ നോർമൽ ഒരു അഡൽട്ട് പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഫിറ്റ്നസിന് വേണ്ടി വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ആഴ്ചയിൽ എത്ര ദിവസം എത്ര മണിക്കൂർ സൂംബ വർക്ക്ഔട്ട് ചെയ്യാം? ഓക്കെ. മെയിൻ ആയിട്ട് സൂംബ എന്ന് പറയുന്നത് ഒരു കാർഡിയോ വാസ്കുലർ എക്സസൈസ് ആണ്. അത് പിന്നെ എന്നുവെച്ചാൽ ഹാർട്ട് ബീറ്റ് അത്രയും പമ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സസൈസ്, ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം ആണ് സൂംബ. അതുകൊണ്ട് തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് വീക്ക്ലി 3 days ആണ്. വീക്ക്ലി 3 days ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ബട്ട് 3 to 4 days ചെയ്യുന്നതിലും കുഴപ്പമില്ല. ബട്ട് അതുപോലെ തന്നെ ഈ ഇന്റർമീഡിയറ്റ് ഡേയ്സിൽ നമ്മൾ റെസ്റ്റ് കൊടുക്കുക ബോഡിക്ക്. റെസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും വീണ്ടും ഹൈ ഇന്റൻസിറ്റി വർക്ക്ഔട്ട് ഒന്നും ചെയ്യരുത്. കാരണം ഈ ഇത് ഹൈ ഇന്റൻസിറ്റി ആണ്. ഈ നമ്മൾ ഈ ചെയ്യുന്ന 1 hour എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാതെ നമ്മൾ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കാതെ ആണ് ആ 1 hour നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും റിസൾട്ടും വരുന്നത്. നമ്മുടെ ബോഡിയിലെ ഫാറ്റ് ബേൺ ചെയ്യുന്നുണ്ട് എന്ന് അറിയുന്നത് തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ് എത്രത്തോളം ചലിക്കുന്നുണ്ട് എന്നനുസരിച്ചിട്ടാണ്. ആ ഹാർട്ട് ബീറ്റിന്റെ ചലനത്തിലാണ് നമ്മുടെ ഫാറ്റ് ബേൺ ആവുന്നത്. അപ്പൊ ഈ 1 hour നിർത്താതെ ഹാർട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ വീക്ക്ലി 3 days ആണ് റെക്കമെൻഡഡ്. 4 days ആയാലും കുഴപ്പമില്ല. അത് ബോഡിയുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ട്. അല്ല, അത് ശരിക്കും അത് എല്ലാവരും അറിയേണ്ട ഒരു പോയിന്റ് ആണ്. കാരണം എന്താന്ന് പറയുകയാണെങ്കിൽ ചില ആളുകൾക്ക് ചിലപ്പോൾ നമുക്കിപ്പോ പെട്ടെന്ന് ഒരു 3 മാസം അല്ലെങ്കിൽ കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണം, മാരേജ് ഉണ്ട്, അതെല്ലാം ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ചില സമയത്ത് ചില ആളുകളുടെ ഏറ്റവും വലിയ പർപ്പസ് എന്താണ്, എത്രയും പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുക, ബോഡി ഫിറ്റ് ആവുക എന്നുള്ളതാണ്. അപ്പൊ ഈ സമയത്ത് ഓവറായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അത് ജിം ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് ഈ ഓവർ പ്രാക്ടീസ് ശരിക്കും നല്ലതല്ല എന്ന് തീർച്ചയായിട്ടും ആസ് എ ട്രെയിനർ എന്ന ലെവലിൽ പറഞ്ഞു കൊടുത്തൂടെ എങ്ങനെയെന്നുള്ളത്? അതെ. മെയിൻ ആയിട്ട് നമ്മൾ ഓവറായിട്ട് എന്ത് ചെയ്താലും അതിന് ദൂഷ്യഫലങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളൊരു വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു 100% എടുക്കുകയാണെങ്കിൽ, ഒരു വെയിറ്റ് ലോസിന്റെ 100% എടുക്കുകയാണെങ്കിൽ, അതിൽ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 70% നമ്മുടെ ഡയറ്റിലും ബാക്കിയുള്ള ഭാഗങ്ങളാണ്. ഒരു 20 to 30% ഉള്ളൂ വർക്കൗട്ടിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബട്ട് വർക്കൗട്ട് പക്ഷെ എന്നാ കമ്പൽസറി ആണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇതിന്റെ സറൗണ്ടിങ്സിലുള്ള കാര്യങ്ങളാണ് ഇതിനെ നമുക്ക് വെയിറ്റ് ലോസ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്. എന്ന് വെച്ചാൽ പ്രോപ്പർ ഡയറ്റ് എന്ന് പറയുന്നത് നമ്മളെ ഷുഗർ കട്ട് ചെയ്യുക, പിന്നെ ഓയിൽ കട്ട് ചെയ്യുക, പ്രോപ്പർ സ്ലീപ്പ് ചെയ്യുക, അങ്ങനത്തെ പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് കട്ട് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് വൈറ്റ് ഷുഗർ അല്ലേ നമുക്ക് ശരിക്കും ഒരു പ്രശ്നമായി വരുന്നത് അല്ലേ? അതെ. വൈറ്റ് ഷുഗർ ആണ് നമ്മുടെ പ്രശ്നമായിട്ട് വരുന്നത്. വൈറ്റ് ഷുഗേഴ്സ് മാക്സിമം കട്ട് ചെയ്യുക, ഓയിൽ കട്ട് ചെയ്യുക, പിന്നെ നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക. നമ്മളെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ തടി കുറയും അല്ലെങ്കിൽ വെയിറ്റ് ലോസ് വരും എന്നുള്ളതാണ്. പക്ഷെ അത് നമ്മുടെ ബോഡി വീക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ബോഡിക്ക് പ്രോപ്പർ റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് അതുപോലെ വർക്ക്ഔട്ട് ചെയ്യുക, നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യുക, പ്രോപ്പർ സ്ലീപ്പ് കൊടുക്കുക, പ്രോപ്പർ വാട്ടർ ഇൻടേക്കും കൂടെ ചെയ്യണം മെയിൻ. പ്രോപ്പർ വാട്ടർ ഇൻടേക്ക് കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗോൾ സിമ്പിൾ ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. വെറുതെ നമ്മളെ ഹെക്ടിക് ആയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോ ഇനി നമുക്ക് മെയിൻ ആയിട്ട് പറയുന്ന ഒരു പോയിന്റ് എന്താന്ന് പറയുകയാണെങ്കിൽ, ഇത് നമുക്ക് ഓൾറെഡി നമുക്കൊരു പാട്ട്, ഡാൻസ്, ഫിറ്റ്നസ് ആ ലെവലിലൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ ഇപ്പോ ശരിക്കും നോർമലി രാവിലെയും വൈകുന്നേരം ആവുമല്ലോ ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിന് ഓപ്റ്റ് ചെയ്യുന്നത് അല്ലെ, നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നൊരു ടൈം. അപ്പോ ജോലിക്ക് പോകുന്ന പല ആളുകളും രാവിലെ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് സൂംബ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ബീറ്റ് മ്യൂസിക്, നല്ലൊരു ഡാൻസ്, കൂടാതെ തന്നെ എപ്പോഴും ഒരു സൂംബ നമ്മളിപ്പോ ഒരു ഓൺലൈനിലൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഫുൾ വൈബ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മളെ കൂടെ പാർട്ടിസിപ്പൻസ് ഉണ്ടാവും. അപ്പൊ ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ രാവിലെ ഒരു 1 hour വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹം നേരെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കോ അദ്ദേഹത്തിന്റെ ബിസിനസ്സിലേക്കോ അദ്ദേഹത്തിന്റെ ജോലിയിലേക്കാണ് 2-3 മണിക്കൂർ കഴിഞ്ഞാൽ പോകുന്നത്. അപ്പൊ ആ ഒരു എനർജി ലെവല് ഫിറ്റ്നസിന് പുറമെ, നമ്മുടെ ബോഡി ഫിറ്റ്നസിന് പുറമെ ആ ഒരു എനർജി ലെവല് തീർച്ചയായിട്ടും അവരുടെ ബിസിനസ്സിനും ജോലിയിലേക്കും തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് കിട്ടുന്നത്. ഇത് നിങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്ന നിങ്ങളുടെ സ്റ്റുഡൻസ് ആരെങ്കിലും അത് അങ്ങനെ റെസ്പോൺസ് നിങ്ങൾക്ക് തരാറുണ്ടോ? നമ്മളൊരു ബിസിനസ്സിനൊക്കെ ഭയങ്കര ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് പറയാറുണ്ടോ? അതെ. പിന്നെ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് മന്ത് എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞതേ ഉള്ളൂ, നമ്മുടെ ഒരു സ്റ്റുഡന്റ് പറഞ്ഞതേ ഉള്ളൂ. പുള്ളിക്കാരി ബിസിനസ് ആണ്, കാറ്ററിംഗ് ആണ്. പുള്ളിക്കാരി ഡെയിലി പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം വെറും ആക്റ്റീവ്നെസ് ഇല്ലാതെ ബോഡി പയ്യെ പോയി നടക്കുക, ഇരിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പൊ പുള്ളിക്കാരിയുടെ സ്റ്റാഫ് തന്നെ പറയുന്നത് വെച്ചാൽ ഭയങ്കര ആക്റ്റീവ്നെസ് ആണല്ലോ, വന്ന് നിൽക്കുന്നതും ഇരിക്കുന്നതിലും വരെ ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ
ഇത് ഹാപ്പി ഹോർമോൺസ് നമ്മുടെ സ്ട്രെസ് ലെവൽ മൊത്തം ഔട്ട് ആവുന്നുണ്ട്. നമ്മുടെ സ്ട്രെസ് എല്ലാം ഔട്ടായിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് നമ്മൾ ഒരാളെ പോയി അപ്രോച്ച് ചെയ്തു നമ്മുടെ ഫേസിൽ തന്നെ ആ സ്ട്രെസ് ഇല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എല്ലാം ഓട്ടോമാറ്റിക്കലി പോസിറ്റീവായി തന്നെ ഭവിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ക്ലയന്റിന് ഒരു 1 മന്ത് കഴിഞ്ഞിട്ടുള്ളൂ. 1 മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ അതിനുള്ള റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. ആ റിസൾട്ട് പുള്ളിക്കാരിക്ക് മാത്രമല്ല, പുള്ളിക്കാരിയായിട്ട് ഇന്ററാക്ട് ചെയ്ത എല്ലാവരും ഇങ്ങോട്ട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അത് ശരിക്കും നമുക്കത് റിസൾട്ട് ആവും. കൂടാതെ തന്നെ ഇനി നമ്മൾ രാവിലെ ചിലപ്പോൾ തിരക്കായി കഴിഞ്ഞാൽ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വർക്ക്ഔട്ടിന് വരുന്ന ആളുകളുണ്ടാവും. അല്ലെ, ഒരു 5:30, 6:30 ഒക്കെയുള്ള ഒരു ആക്യുറേറ്റ് ടൈം വരുന്നത്. അപ്പൊ ഈ സമയത്ത് എന്തായാലും നമ്മുടെ ജോലി ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ടെൻഷൻസും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഏതൊരു മനുഷ്യന്മാർക്കും വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ് നേരെ നമ്മൾ ഈ സൂംബയിലേക്ക് എത്തി. ഇത് കഴിഞ്ഞ് അവർ വീണ്ടും ഹാപ്പി ആവുകയാണ്. കാരണം ഒരു എനർജി ലെവൽ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അവർ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മക്കളുമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെ, പേരൻസുമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, ഇനി ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫിനോടുള്ള ആറ്റിറ്റ്യൂഡ്, വൈഫ് ആണെങ്കിൽ ഹസ്ബൻഡിനോടുള്ള ആറ്റിറ്റ്യൂഡ്, ഇതിലും നല്ലൊരു മാറ്റം വരാറില്ല? അതും നല്ല കസ്റ്റമേഴ്സ് ഒക്കെ അങ്ങനെ പറയാറില്ല എപ്പോഴും? അതെ, അതും പറയാറുണ്ട്. മെയിൻ ആയിട്ട് നമ്മളിപ്പോ സൂംബ ചെയ്യുന്ന വെച്ചാൽ ഒറ്റയ്ക്കല്ല. നമ്മളൊരു അറ്റ് എ ടൈം എങ്ങനെ പോയാലും 10 പേരുടെ മേളിൽ ഉണ്ടാവും ഒരു സെക്ഷനിൽ. ആ ഒരു 10 പേരുമായിട്ട് ഒരുമിച്ച് നമ്മുടെ വർക്കൗട്ടും കാര്യങ്ങളും സന്തോഷിച്ച് ചിരിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ മൂഡെല്ലാം പോസിറ്റീവായി. പിന്നെ നമ്മുടെ സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ വിട്ടിട്ടായിരിക്കും നമ്മൾ ഓഫീസിൽ പോകുന്നത്. അത് കഴിഞ്ഞ് ആ ഓഫീസിൽ നമ്മൾ ആ ഒരു നല്ലൊരു പോസിറ്റീവ് എൻവയോൺമെന്റ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു നമ്മുടെ ഈ ഒരു ഹാബിറ്റ് കാരണം. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഓഫീസ് ടൈമിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സാണ് നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മുടെ ഭാര്യയെടുത്തും കുട്ടികൾക്കും കൂടുതലും കാണിക്കാറ്. അത് തന്നെയാണ്. അല്ലാതെ നമുക്ക് അവരെ ഇഷ്ടപ്പെടാത്തോണ്ടല്ലല്ലോ നമ്മൾ അവരടുത്ത് ഈ മുഖം കറുപ്പിച്ച് നിൽക്കുന്നതൊന്നും. അപ്പൊ ഈ പോസിറ്റീവ് എൻവറോൺമെന്റ് നമ്മുടെ ബിസിനസ്സിൽ തന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ആലോചിക്കാനില്ല. നമുക്ക് അവരുമായിട്ട് സന്തോഷിച്ച് കളിച്ചിരിക്കാൻ സമയം ഉണ്ടാവുള്ളൂ. അതിന് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. കാരണം അത് നമുക്ക് ചെയ്യാൻ അറിയാവുള്ളൂ. ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ഈ പറഞ്ഞ പോലെ നമ്മൾ ഫിസിക്കലിയും മെന്റലിയും ഓക്കെ ആണെങ്കിൽ വീട്ടുകാരുമായിട്ടും നമ്മുടെ ഫാമിലി ലൈഫും എന്തുകൊണ്ടും നല്ലതായിരിക്കും. ശരിക്കും ഇതൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിട്ടാണ് ഫിറ്റ്നസ് മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സൂംബയുടെ സ്ഥാനം വന്നുകൊണ്ടിരിക്കുന്നത് ആണോ അല്ലേ? പണ്ട് അതെ, ഒരു ആക്സെപ്റ്റൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2 5 6 വർഷം മുന്നേക്ക് നമ്മളെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ജിമ്മ് സെന്ററുകളുണ്ട്. ഇന്ന് അറ്റ്ലീസ്റ്റ് എല്ലാ ജിമ്മ് സെന്ററിനും അവരുടെ പാർട്ടായിട്ട് എന്ത് കൊണ്ടുപോകുന്നുണ്ട്? ഇപ്പോൾ സൂംബ അവരുടെ ഒരു മെയിൻ ഒരു പാർട്ടായിട്ട് മാറുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ തന്നെ ആവും, ഇതിന്റെ റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് ആളുകൾ ഇത് ഏറ്റെടുക്കുന്നത്. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കുന്ന സമയത്ത് സൂംബ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇംഗ്ലീഷ് അവരുടെ സ്ഥലങ്ങൾക്കൊക്കെയുള്ള വീഡിയോസ് ഒരുപാട് കാണാറുണ്ട്. ഹൈ അതെ. എനർജറ്റിക് ആയിട്ട് നമ്മളിങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിത് പറ്റുമോ എന്നൊരു തോന്നലുണ്ടാവും. ഇപ്പോൾ ഡാൻസ് ആണ് ഇതിന്റെ മെയിൻ കോർ എന്നുള്ളത് കൊണ്ട് തന്നെ ഡാൻസിങ് സ്റ്റെപ്പ് ഒന്നും അറിയാത്ത ഒരാൾ വരികയാണ്. ഇദ്ദേഹം ഇതുവരെ ഡാൻസ് തന്നെ കളിച്ചിട്ടില്ല എന്ന് വിചാരിക്കും. ഇങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് പെട്ടെന്ന് നിങ്ങളുടെ ബാച്ചിലേക്ക് വരുമ്പോൾ അവർക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റുക? കാരണം ആ സ്റ്റെപ്പ് കറക്റ്റ് ആയെങ്കിലല്ലേ അതിന് റിസൾട്ട് കിട്ടുള്ളൂ. കാരണം കൈയിന്റെ ജോയിന്റ് മൂവ്മെന്റ് കറക്റ്റ് ആവണമല്ലോ. അതെങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ക്ലാസ് ആയിട്ട് എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കാറുള്ളത്? അവർക്ക് തുടക്കക്കാർക്ക് എങ്ങനെ കൊടുക്കാറുള്ളത്? മെയിനായിട്ട് തുടക്കക്കാരെ നമ്മൾ വരികയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെറിയ ബേസിക് ലോ ഇന്റൻസിറ്റി കാര്യങ്ങളിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറ്. പക്ഷേ ഇതിന്റെ ഈ പറഞ്ഞ പേടിക്കേണ്ട ഒരു ആവശ്യവും ഫസ്റ്റ് ഓഫ് ഓൾ ഇല്ല. ഈ നമ്മൾ കണ്ടിട്ടുള്ള ഡാൻസ് എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ 10 പേരുടെ 10 പേര് ഒരേപോലെ കളിക്കുന്നു, ഒരേ ഗ്രേസിൽ കളിക്കുന്നു. അതൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് മനസ്സിൽ വിചാരിക്കുന്ന ആൾക്കാരാണ് ഇതിനോട് മുന്നോട്ട് വരാത്തത്. പക്ഷെ സൂംബ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി. അതാണ് നമ്മുടെ മോട്ടോ. അപ്പോ നമ്മള് ഈ ഒരു ഡാൻസ് ക്ലാസ്സിലോട്ട് അല്ലെങ്കിൽ ഫിറ്റ്നസ് ക്ലാസ്സിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല. ഇൻസ്ട്രക്ടേഴ്സ് എന്ത് കാണിക്കുന്നോ അത് ഫോളോ ചെയ്യാൻ നോക്കുക. അത് പെർഫെക്റ്റ് ആണോ, അല്ലെങ്കിൽ കോർഡിനേഷനിലാണോ, മ്യൂസിക്കിലാണോ, റിതമിലാണോ, അതൊന്നും നമ്മൾ കൺസേൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു കാര്യം കുറച്ചു നാൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതുമായിട്ട് ഇഴുകി ചേർന്നോളും. അപ്പൊ ആദ്യം തന്നെ ന്യൂ ബിഗിനേഴ്സിന്റെ അടുത്ത് പറയാനുള്ളത്, ഇതൊരു ഡാൻസ് എന്ന് പറയുന്ന ഒരു സംഭവമല്ല. കോർഡിനേഷൻ എന്ന് പറയുന്ന സാധനം വേണ്ട. നമ്മുടെ ഡാൻസ് മൂവ്സും പെർഫെക്റ്റ് ആവേണ്ട ആവശ്യമില്ല. ബട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടോ, നമ്മൾ അവിടെ വന്ന് ആ 1 hour നമ്മൾ മൂവ് ചെയ്തിട്ടുണ്ടോ, അത് മാത്രം നിങ്ങൾ ഉറപ്പ് വരുത്തിയാൽ നിങ്ങൾ അവിടെ സക്സസ് ആണ്. നിങ്ങൾ ആ സൂംബയിൽ ഫിറ്റ് ആണ്. അല്ലാതെ നമ്മൾ
1 hour സെക്ഷൻ നമുക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ മാറിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ സക്സസ് അല്ല, നിങ്ങൾക്ക് സൂംബ ഒരു ഇതല്ല. പക്ഷേ നിങ്ങൾ മൂവ് ചെയ്തോ 1 hour നിർത്താതെ, ഡാൻസ് കളിച്ചോ ഇല്ലയോ എന്നല്ല, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആക്കിയോ ഇല്ലയോ എന്നല്ല, നിങ്ങൾ 1 hour അവിടെ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ആർ സക്സസ്. ഇനി നമുക്ക് നോക്കേണ്ടത്, ഇപ്പൊ നമ്മൾ ജിമ്മിൽ പോകുന്ന സമയത്ത് ഏത് നല്ലൊരു ട്രെയിനേഴ്സ് നമ്മളോട് ആദ്യം തന്നെ ഡംബൽ എടുക്കാനൊന്നുമല്ല തുടക്കക്കാരോട് പറയാം. കാരണം എല്ലാ ദിവസവും ഒരു ജസ്റ്റ് ഒരു വാമപ്പ് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ബോഡി ഒന്ന് സെറ്റ് ആക്കിയിട്ടാണല്ലോ ശരിക്കും എന്ത് വരുന്നത്. സൂംബയും അതേപോലെ തന്നെ ഒരു സിലബസ് ആണോ ഫോളോ ചെയ്യുന്നത്? ഫസ്റ്റ് ആ ഒരു അതിന്റെ രീതിയിൽ പറയും. നമ്മള് ബിഗിനേഴ്സിന് മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂംബ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറയാൻ വിട്ടു ഒരു പോയിന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് സൂംബ എന്ന് പറയുന്നത് എല്ലാം ഒരു ഡാൻസ് ഫോം ആണെങ്കിൽ തന്നെ എല്ലാം ബേസ് ആണ്. ഡാൻസിന്റെ എല്ലാം ബേസ് സ്റ്റെപ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതും അതിന്റെ കൂടെ നമ്മുടെ എക്സസൈസ്, മസിൽ ടോണിങ്ങിന് വേണ്ടിയുള്ള എക്സസൈസുകളും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് റിതമിൽ നമ്മൾ ചെയ്യുന്നതാണ് സൂംബ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഡാൻസ് ആണെന്നുള്ളത് കരുതാതെ നമ്മളൊരു ഫിറ്റ്നസിന് വേണ്ടി എക്സസൈസ് ചെയ്യാണ്, പക്ഷെ നമ്മളൊരു റിതം ചെയ്ത് നമ്മൾ മ്യൂസിക്കിന്റെ കൂടെ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ചിന്തിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ ഏറ്റവും ബേസിക് കോർ സ്റ്റെപ്സ് നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ABCD, നമ്മളിപ്പോ ഒരു ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ അതിന്റെ ABCD ആദ്യം പഠിക്കില്ലേ, അതിന് A ഫോർ ആപ്പിൾ എന്ന് പഠിക്കില്ലേ. ഈ A ഫോർ ആപ്പിൾ, B ഫോർ ബോൾ, ആ ഒരു സംഭവം ഡാൻസിന്റെ എന്താണോ, നമ്മുടെ ആൽഫബറ്റ്സിന്റെ A ഫോർ ആപ്പിൾ ആണ് ഒരു ഡാൻസിന്റെ ഈ സൂംബ ബേസിക് കോർ സ്റ്റെപ്സ്. അപ്പൊ അത്രയും മാത്രം കണ്ടാൽ മതി. ആ ഒരു ചെറിയ ബേസിക് കോർ സ്റ്റെപ്സ് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ പക്ഷെ മസിൽ ടോണിങ്ങിന് വേണ്ടിയുള്ള കുറച്ച് എക്സസൈസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് സൂംബ നമ്മൾ വർക്കൗട്ട് നടത്തുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു 2-3 ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോർമലി ആളുകൾക്ക് അറിയേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഈ സൂംബ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഷൂ ധരിച്ചിട്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമ്മളെ ഡ്രസ്സ്, ഈ 2 കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് വർക്കൗട്ട് ചെയ്യാനും മെയിൻ ആയിട്ട് സൂംബ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കംഫർട്ടബിൾ മീൻസ് നമ്മൾ എല്ലാ ഡ്രസ്സും കംഫർട്ടബിൾ ആണ്, ബട്ട് നമുക്ക് നമ്മുടെ മൂവ്മെന്റ്സിന് കംഫർട്ടബിൾ ആയിരിക്കണം. നമ്മൾ സ്ട്രെച്ച് ചെയ്യാനും എല്ലാത്തിനും പറ്റുന്ന രീതിയിലത്തെ ടീഷർട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ വസ്ത്രങ്ങൾ, അതേപോലെ ട്രാക്ക് സ്യൂട്ട്സ് യൂസ് ചെയ്യാം. പിന്നെ ഷൂസ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറും കാലിലാണ് ഡാൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളൊരു മൂവ്മെന്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കൂടുതലും പ്രഷർ കൂടുതലും നമ്മുടെ അനുഭവപ്പെടും. നമ്മൾ സ്റ്റാമ്പ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ പ്രഷർ നേരെ ഹെഡിലും നീസിലുമാണ് പോകുന്നത്. കൂടുതൽ നീ പ്രോബ്ലംസ് ഒക്കെ വരുന്നത് വെച്ചാൽ ഷൂ ഒന്നും യൂസ് ചെയ്യാതെ കൂടുതൽ റൺ ചെയ്യുക അതൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ നീ പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നല്ല ഷൂസ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഷൂസും അതുപോലെ തന്നെ ഡ്രസ്സിങ്ങിലും നല്ല രീതിയിൽ ഒരു കരുതൽ വേണം. എന്നാലും നമ്മുടെ മൂവ്മെന്റ്സും നമുക്കത് റിസൾട്ട് കിട്ടണമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, നമുക്ക് എല്ലാ ഏജ് ഗ്രൂപ്പിനും നമുക്ക് സൂംബ പ്രിസ്ക്രൈബ്ഡ് ആണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഏജിന്റെ റെസ്ട്രിക്ഷൻസോ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഏജിന് റെസ്ട്രിക്ഷൻസ് ഇല്ല. പക്ഷേ ഏജിന് റെസ്ട്രിക്ഷൻ വരുന്നത് വെച്ചാൽ നമ്മളെ കിഡ്സ് ടു ഒരു അഡൽട്ട് ടു 50-55 ഏജസിന് നമുക്ക് കുഴപ്പമില്ലാതെ നമുക്ക് നമ്മുടെ പ്രോപ്പർ സൂംബ ചെയ്യാവുന്നതാണ്. ബട്ട് അതിൽ ഒരു നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മെഡിക്കൽ കണ്ടീഷൻസ് കൂടെ നോക്കണം. നമ്മളെ ഒരു ഹാർട്ട് ഡിസീസ് അങ്ങനത്തെ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാതെ, മീൻസ് ഡോക്ടേഴ്സ് നമ്മുടെ ഫിസിക്കലി മൂവ്മെന്റ്സ് കുറയ്ക്കണം എന്ന് പറയുന്ന ഒരു എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമാണെങ്കിൽ നമ്മൾ സൂംബ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ കണ്ടീഷൻ മാറിയിട്ട് നമ്മൾ ജോയിൻ ചെയ്യാം. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാല് കുറച്ചും കൂടെ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് എബവ് 55 എന്ന് പറയുന്നവർക്ക് നമ്മൾ ലോ ഇന്റൻസിറ്റി വർക്കൗട്ടുകളാണ് കൊടുക്കുക. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല, നമുക്ക് മസിൽ മൂവ്മെന്റ്സും അല്ലെങ്കിൽ ജോയിന്റ് മൂവ്മെന്റ്സും മൂവ് ചെയ്യുന്ന രീതിയിലത്തെ ഒരു ചെറിയ ലോ ഇന്റൻസിറ്റി വർക്കൗട്ട് സെക്ഷൻസ് ആണ് കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര നാൾ ചെയ്യാൻ പറ്റുമോ അത്രയും നാൾ നമുക്ക് സൂംബ ചെയ്യാം. ഇപ്പോൾ മെയിൻ ആയിട്ട് നമുക്കിപ്പോ ഈ ഒരു ക്രോണിക് ഡിസീസസ് അല്ലെങ്കിൽ നമുക്കൊരു ഹാർട്ട് പേഷ്യന്റ്, അതുപോലെ തന്നെ നമുക്ക് ക്രോണിക് ആസ്മ പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ, കാരണം അവർക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവുമല്ലോ, ഇങ്ങനെയുള്ള കിഡ്നി പ്രോബ്ലംസ്, ഇങ്ങനെയൊക്കെ ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ് കണ്ടിന്യൂസ് ആയി പോകുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടേഴ്സിന്റെ അടുത്ത് ചോദിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അതല്ലേ? കാരണം അതല്ലേ പറയുന്നത്. കൂടാതെ തന്നെ ഇപ്പോ ചില ആളുകൾ ഈ ക്വസ്റ്റ്യനും കൂടെ വന്നാൽ അതിനെ കണക്ട് ചെയ്ത് പറയാറുണ്ട്. അത് ചില ആളുകൾക്ക്
ഈ ഒരു നമ്മൾക്ക് ഈ ഓർത്തോ അല്ലെങ്കിൽ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ജോയിന്റിലൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ? നീ റീപ്ലേസ്മെന്റ് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അത് ചെയ്യാൻ പറ്റുമോ? നീ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്ത ആളുകൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ? വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാല് അത് പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻസ് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ആദ്യം ഡോക്ടറുടെ അടുത്ത് ചോദിക്കാം. നമ്മുടെ എല്ലാവരുടെയും മേലുള്ള ആളാണ് ഡോക്ടർ. നമ്മുടെ ഫിസിക്കൽ കണ്ടീഷനെ കുറിച്ച് അറിയാവുന്ന ആളാണ് ഡോക്ടർ. ഇപ്പൊ തന്നെ നമ്മുടെ സ്പോർട്സ് ആൾക്കാരെ നോക്കിയാൽ അറിയാം, പലരും പല സർജറിയും കഴിഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അത് ഡോക്ടർ പറയണം, നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാണോ അല്ലേന്ന്. അപ്പൊ ആ കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് ചെയ്യാം. അത് വേറെ കുഴപ്പമില്ല. അല്ലാതെ നമുക്കിപ്പോ ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാകും എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അതാണ് ആദ്യം ചെയ്യാനുള്ളത്. നമ്മൾ ഈഗോ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതെടുത്ത് മാറ്റാം. ഈഗോ ഒരിക്കലും നമ്മൾ ഒരു വർക്കൗട്ട് സെക്ഷന്റെ സ്ഥലത്ത് ഒരു ഈഗോ വർക്കൗട്ട് ചെയ്യരുത്. നമ്മളിത് ചെയ്തില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, അങ്ങനെയല്ല. നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. അത് വളരെ വളരെ ഇൻഫോർമേറ്റീവ് പോയിന്റ് ആണ്. കാരണം എന്താണെന്നറിയോ, പല ആളുകളും ചാടി കയറിയിട്ടാണ് എല്ലാ കാര്യത്തിലും ചെയ്യുന്നത്. നമുക്ക് ബോഡി ഫിറ്റ്നസ് നമുക്ക് വേണം, പക്ഷെ നമ്മൾ നേരത്തെ നിധി പറഞ്ഞതുപോലെ തന്നെ അത് ചോദിക്കാനുള്ള ആളുകളാണ് നമ്മുടെ ഡോക്ടേഴ്സ്. നമുക്ക് നമ്മുടെ അസുഖത്തെ കുറിച്ചോ നമ്മുടെ ബോഡിയെ കുറിച്ചോ അറിയില്ല. അത് പഠിച്ച ആളുകളാണ് ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉള്ള ആളുകളാണെങ്കിൽ എനിക്ക് ഇത് ചെയ്യാൻ പറ്റും, എനിക്ക് എത്ര മണിക്കൂർ ചെയ്യാൻ പറ്റും, ഇത് മൈൽഡ് ആയിട്ടാണ് ഞാൻ ചെയ്യേണ്ടത്, അങ്ങനെ വന്ന് ഡോക്ടർ അടുത്ത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ട്രെയിനേഴ്സുമായിട്ടും, എന്റെ അഭിപ്രായം എന്താണ്, ട്രെയിനേഴ്സുമായിട്ടും ചെയ്യുന്നതിന് മുന്നേ സംസാരിക്കണം. എനിക്ക് ഇന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി സർട്ടിഫൈഡ് ആയതും ചോദിക്കുന്നുണ്ടാവും അല്ലെ, നമുക്ക് ഇന്ന ഡിസീസ് പ്രോബ്ലം ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ടാവില്ല. അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിക്കാം. അത് നിങ്ങൾ ജിമ്മിന് പോയിക്കോട്ടെ, നിങ്ങൾ സൈക്ലിംഗ് ആയിക്കോട്ടെ, രാവിലെ ജോഗിങ് ആയിക്കോട്ടെ, എല്ലാം നല്ലതിനാണ്. പക്ഷെ എന്തെങ്കിലും ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കണം. രണ്ടാമത്തെ ഒരു പോയിന്റാണ് എനിക്ക് നല്ല കാച്ചിങ് തോന്നിയത്, ഈഗോ. കാരണം ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് അല്ലെ, മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു മടിയാവും. അല്ലെങ്കിൽ 10 മിനിറ്റ് ഞാൻ ചെയ്തപ്പോൾ ജിം ആയിക്കോട്ടെ അല്ലെങ്കിൽ സൈക്ലിംഗ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ടയേർഡ് ആയത് നമ്മൾ പറയില്ല. നമ്മൾ അയ്യേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്റ്റാമിനയെ കുറിച്ച് അവരെന്ത് ചിന്തിക്കും, എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? അപ്പൊ അതില്ലാതെ അത് എല്ലാ മേഖലയിലും ഇതൊരു സൂംബയ്ക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഒരു സെഷൻ അല്ല നമ്മളത്. അപ്പൊ ഏത് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും ഈഗോ എന്ന് പറയുന്ന സാധനം നമ്മൾ ഉണ്ടാവരുത്. നമ്മുടെ കണ്ടീഷൻ നമുക്ക് എങ്ങനെയാണെന്ന് പറയാ, അതാ ട്രെയിനറുമായി സംസാരിച്ചിട്ട് റെസ്റ്റ് എടുക്കേണ്ട സമയമാണെങ്കിൽ റെസ്റ്റ് എടുക്കുക, ലീവ് എടുക്കേണ്ട സമയമാണെങ്കിൽ ലീവ് എടുക്കുക അല്ലെ. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇപ്പോ ഞാൻ വീണ്ടും പറയുന്നു, പാട്ടായാലും ഡാൻസ് ആയാലും ഫിറ്റ്നസ് ആയാലും ഒക്കെ നമുക്കൊന്ന് തുടങ്ങും, പിന്നെ ഒരു സ്റ്റോപ്പിംഗ് നമുക്ക് ഉണ്ടാവും അല്ലെ. ആസ് എ ട്രെയിനർ എന്ന ലെവലിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ചലഞ്ചും അത് തന്നെയാവും. കാരണം നിങ്ങൾ ഇപ്പൊ എന്നെ പഠിപ്പിക്കുകയാണ് അല്ലെങ്കിൽ സൂംബ എനിക്ക് ഇൻസ്ട്രക്ട് ചെയ്തു തരാണെങ്കിൽ തീർച്ചയായിട്ടും നിതിൻ എന്ന് പറഞ്ഞൊരു ട്രെയിനർ വിചാരിക്കുന്നത് ദീപക്കിന് ഇതിലൂടെ ബെനിഫിറ്റ് ഉണ്ടാകണം. എന്നാൽ ഞാൻ എന്ത് ചെയ്തു, ഒരു മാസം വന്ന് രണ്ടാമത്തെ മാസം സ്റ്റോപ്പ് ചെയ്ത് പോകുമ്പോൾ അത് നിങ്ങൾക്കും കൂടെയാണ് ഇത് ബാധിക്കുന്നത് അല്ലെ. കാരണം എന്താ, നിതിന്റെ അണ്ടറിൽ പോയിട്ട് ട്രെയിനിങ് എടുത്തു, പക്ഷെ ദീപക്കിന് വലിയ ബെനിഫിറ്റ് പലപ്പോഴും അത് കേൾക്കാറുണ്ടാവും. അപ്പൊ അതൊരു ചലഞ്ച് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലെ. ഈ ഒരു ചലഞ്ച് എങ്ങനെയാണ് മറികടക്കുന്നത്, അത് എങ്ങനെയാണ് കസ്റ്റമേഴ്സിനോട് പറഞ്ഞു കൊടുക്കുന്നത് ഇൻ ഫ്യൂച്ചറിലൊക്കെ, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴും അതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ട്രസ്റ്റ് യുവർ ഇൻസ്ട്രക്ടർ. നമ്മുടെ എല്ലാവരുടെയും ബോഡി ടൈപ്പ് സെയിം ആയിരിക്കില്ല. ചിലവർക്ക് വെറും 2 ആഴ്ച കൊണ്ട് ചിലപ്പോൾ ഭയങ്കര വ്യത്യാസം തോന്നും. ചിലവർക്ക് ഒരു മാസമാവാം, ചിലവർക്ക് 2 മാസമാവാം, 3 മാസമാവാം. അപ്പൊ എങ്ങനെയാണെങ്കിലും ഈ 2 ആഴ്ച കൊണ്ട് ചിലപ്പോ 2 കിലോ കുറയും. പക്ഷെ അവര് അത് കഴിഞ്ഞിട്ട് ഓക്കെ ഞാൻ എന്തോ ആയി എന്ന് വിചാരിച്ചിട്ട് അവരത് മൂവ് ചെയ്തിട്ട് അതിനെ കാഷ്വലായിട്ട് കണ്ടിട്ട് കാഷ്വലായിട്ട് മൂവ് ചെയ്ത് 1 മന്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഈ ഗെയിൻ ചെയ്ത അല്ലെങ്കിൽ ഈ ലോസ് ചെയ്ത 2 kg 2 kg ചിലപ്പോൾ വീണ്ടും പഴയ പോലെ ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വർക്ക് അല്ലെ നമ്മളൊരു കാര്യത്തിൽ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ മൂവ് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടുള്ള ഇപ്പൊ ക്ലയൻസ് വരികയാണെങ്കിൽ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ആദ്യം നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങളെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ കൺസിസ്റ്റന്റ് ആവുക, നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, അതിന് റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പൊ അങ്ങനെ കിട്ടി എന്ന് മനസ്സിലാക്കുന്നവർ ഒരിക്കലും നമ്മളെ വിട്ടു പോകത്തുമില്ല. അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും വലിയ നമ്മുടെ പറഞ്ഞു കൊടുക്കണം. പുതിയൊരു ക്ലയന്റ് വരുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. ഒരു സെക്കൻഡ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഏകദേശം നമ്മുടെ സമയം ഒരു 40 മിനിറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്, ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഒന്ന് പറഞ്ഞു കൊടുക്കും, എങ്ങനെയാണെന്നുള്ള നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. ഓക്കെ, ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് നിയാഫിയ വെൽനസ് സെന്റർ, നമ്മുടെ കോഴിക്കോട് എരഞ്ഞിപ്പാലത്താണ്.
വർക്ക് ചെയ്യുന്നത്. നമ്മുടെ നിയാഫിയ വെൽനസ് സെന്ററിലെ സൈറ്റ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ വെബ്സൈറ്റ് എല്ലാം ഉണ്ട്. നിയാഫിയയിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനും അവിടെ ഉണ്ടാവും. എൻ്റെ കീഴിൽ 3 ഇൻസ്ട്രക്ടേഴ്സും ഉണ്ട്. അവരും അവിടെ ഉണ്ടാവും. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ സൂംബനെ കുറിച്ച് കൂടുതൽ അറിയണം, അത് വർക്കൗട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും നിയാഫിയയിലോട്ട് വെൽക്കമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോ ഫ്രീ ഡെമോ പ്രോഗ്രാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? നമുക്ക് ചില ആളുകൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം വരാമെന്ന് പറയുന്നുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പോളിസീസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എല്ലാ നമ്മളിപ്പോ അവിടെ മെയിൻ ആയിട്ട് കൊടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഡെമോ ക്ലാസ് ഫ്രീ ആണ്. ഫസ്റ്റ് ഡെമോ ക്ലാസ് ഫ്രീ ആണ്. നമ്മുടെ സെക്ഷനിൽ നമുക്കിപ്പോ റെഗുലർ ആയിട്ട് വരുന്ന എല്ലാ സെക്ഷൻസും ആ സെക്ഷനിലെ ഫസ്റ്റ് ക്ലാസ് ഡെമോ ആയിട്ട് ഫ്രീ ആണ്. അവർക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് റെഡി ആവുമോ എന്ന് ഒരു ഡൗട്ട് ഉള്ളവർക്ക് എല്ലാവർക്കും ആ ഫ്രീ ഡെമോ സെക്ഷൻ യൂസ് ചെയ്തിട്ട് കൺഫേം ആക്കി പിന്നെ അഡ്മിഷൻ എടുക്കാം. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം നമുക്ക് ഇവിടെ താൽക്കാലികമായി വൈൻഡപ്പ് ചെയ്യാണ്. ഒരുപാട് പറയാനുണ്ട്, പക്ഷെ കുറഞ്ഞ പോയിന്റ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. എങ്കിലും ഒരുപാട് നന്ദി നിതിൻ. കാരണം സൂംബ ഇനി നാളത്തെ ട്രെൻഡാണ്, അല്ലെങ്കിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ട്രെൻഡാണ്. ഇത് ആളുകൾക്ക് എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കലാണ് നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. അതിന് നിതിൻ എന്ത് ചെയ്തു? എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു. ഇനിയും സംശയമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നിതിനെ കോൺടാക്ട് ചെയ്യാൻ. നിതിന് ഓൾറെഡി അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. നാളെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കോൺടാക്ട് ചെയ്യുക. കൂടാതെ തന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളെപ്പോഴും നമ്മുടെ ബോഡി ഫിറ്റ്നസിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇന്നത്തെ ഷോ നമ്മുടെ വെൽനസ് പാർട്ട്ണറും നമ്മുടെ സൂംബ ട്രെയിനറും ഒരുമിക്കുന്ന ഇന്നത്തെ വെൽനസ് പാർട്ട്ണർ ഷോ താൽക്കാലികമായിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. നിതിൻ ഒന്ന് എല്ലാവരോടും ജസ്റ്റ് ഒന്ന് ബൈ പറഞ്ഞോളൂ. ഓക്കെ, എല്ലാവർക്കും ഇന്ന് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഏകദേശം നമ്മൾ കുറച്ച് സൂമിനെ കുറിച്ച് കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം, വീണ്ടും കാണാം. അപ്പൊ എന്തായാലും ഇന്നത്തെ ഷോ നമുക്കിവിടെ താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. എനിവേ താങ്ക് യു സോ മച്ച്. സൈനിങ് ഓഫ്, ദീപക് ബീബി, വെൽനസ്.